التمسك بالأثر نجاه. عن أمير المؤمنين أبي حفص عمر بن الخطاب رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته لدنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه. رواه إمام المحدثين أبو عبد الله محمد بن إسماعيل بن إبراهيم بن المغيرة بن بردزبة البخاري، وأبو الحسين مسلم بن الحجاج بن مسلم القشيري النيسابوري في صحيحيهما اللذين هما أصح الكتب المصنفة. ഇതാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇതിൽ വന്നിട്ടുള്ള രൂപം. ഇനി അങ്ങനെ തന്നെ പഠിക്കാൻ പറ്റാത്ത റവാഹുൽ ബുഖാരി വ മുസ്ലിം എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ തന്നെ പഠിച്ചാൽ അതിൽ പൂർണ്ണമായിട്ട് വന്നു. തയ്യിബ്, നമുക്ക് അർത്ഥം പറയാം ആദ്യം. عن أمير المؤمنين أمير المؤمنين أبي حفص عمر بن الخطاب رضي الله عنه قال. أمير المؤمنين എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിശ്വാസികളുടെ നേതാവ്. അൽ ഖുലഫാ ഉർ റാഷിദൂൻ, അതിൽ ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിനാണ്. ആദ്യമായി ലഖബ് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനാണ്, അമീറുൽ മുഅ്മിനീൻ. അബു ഹഫ്സ് എന്ന് പറഞ്ഞാൽ, ഹഫ്സ് എന്ന് പറഞ്ഞാൽ അറബിയിൽ സിംഹം എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ സിംഹക്കുട്ടി. അബു ഹഫ്സ് എന്ന് പറഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കുനിയത്താണ്. ചില ആളുകളെങ്കിലും ധരിച്ചിട്ടുണ്ടാകും ഉമർ റളിയല്ലാഹുവിന് ഹഫ്സ എന്ന് പറയുന്ന മകളുണ്ട്. അബു ഹഫ്സ് അല്ല, ഇത് അബു ഹഫ്സാണ്. അബു ഹഫ്സ് എന്ന് പറഞ്ഞാൽ ഹഫ്സ് എന്ന് പറയുന്ന മകൻ ഉമർ റളിയല്ലാഹുവിനില്ല. അത് ഹഫ്സ് എന്ന് പറഞ്ഞാൽ അറബിയിൽ അൽ അസദ്, സിംഹം എന്ന അർത്ഥമാണ്. അബു ഹഫ്സ് എന്ന കുനിയത്താണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു, മക്കളുള്ള ആളുകൾക്കും മക്കളിലേക്ക് അല്ലാതെ കുനിയത്ത് സ്വീകരിക്കാം എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ പല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹഫ്സ് എന്ന് പറയുന്ന മകൻ ഇല്ലാതെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പേര് സ്വീകരിച്ചു, കുനിയത്ത് സ്വീകരിച്ചു. അപ്പോൾ മക്കൾ ഉണ്ടെങ്കിൽ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന മക്കളിലേക്ക് ചേർത്തിട്ടാണ് അധികവും കുനിയത്ത് സ്വീകരിക്കുക. ഇനി ഒന്നിൽ കൂടുതൽ കുനിയത്ത് സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ താഴെയുള്ള മകനിലേക്കും മകളിലേക്കൊക്കെ ചേർത്തി കുനിയത്ത് സ്വീകരിക്കാം. ഇനി മക്കൾ ഉണ്ടായിരിക്കെ മറ്റുള്ള കുനിയത്തും സ്വീകരിക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ബക്കർ എന്ന് പറയുന്ന മകനില്ല. അബൂബക്കർ അദ്ദേഹത്തിന്റെ കുനിയത്താണ്, അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ളയാണ്. പക്ഷേ അദ്ദേഹം സ്വീകരിച്ച കുനിയത്ത് അബൂബക്കറാണ്. അബു ഹഫ്സ അല്ല, ഹഫ്സ റളിയല്ലാഹു അൻഹ അവരുടെ മകളാണ്. പക്ഷേ അബു ഹഫ്സ എന്ന കുനിയത്തല്ല, അബു ഹഫ്സാൻ. തയ്യിബ്, ഉമർ ബിനുൽ ഖത്താബ്, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധാരാളം ശ്രേഷ്ഠതകളുള്ള സഹാബിയാണ്. ഖൈറു ഹാദിഹിൽ ഉമ്മ ബഅദ അബി ബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. അൽ അശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, അബൂബക്കർ ഫിൽ ജന്ന വ ഉമർ ഫിൽ ജന്ന. ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പറഞ്ഞ ഒരു ഹദീസിൽ തന്നെ 10 സഹാബികളുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ പറയപ്പെടുന്ന അൽ അശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, അതിൽപ്പെട്ട സഹാബിയാണ്. നമുക്കറിയാം ഹിജ്റ 23 അദ്ദേഹം വഫാത്തായി, കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ധാരാളമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ മനസ്സിലാക്കണം. അൽ ഫാറൂഖ് എന്ന ലഖബ് അദ്ദേഹത്തിനുണ്ട്. അൽ ഫാറൂഖ് എന്ന് പറഞ്ഞാൽ അല്ലദീ ഫറഖല്ലാഹു ബിഹി ബൈനൽ ഹഖ് വൽ ബാതിൽ, അല്ലാഹു തആല ഹഖിനെയും ബാതിലിനെയും അദ്ദേഹത്തെ കൊണ്ട് വേർതിരിച്ചു.
അദ്ദേഹത്തിന്റെ ഇസ്ലാമോടുകൂടി ഇസ്ലാമിന്റെ ഇസ്സത്ത് വർദ്ധിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് അൽ ഫാറൂഖ് എന്ന ലഖബ് വന്നു. ഈ ഹദീസ് റിവായത്ത് ചെയ്ത മുഹദ്ദിസുകൾ ഇമാം ബുഖാരിയും മുസ്ലിമും. ഇമാം ബുഖാരിയുടെ പേര് അബു അബ്ദില്ല മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി. അദ്ദേഹത്തിന്റെ ശിഷ്യനായ അബുൽ ഹുസൈൻ മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് അൻ-നൈസാബൂരി റഹിമഹുല്ലാഹ് അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഈ ഹദീസ്. ഇമാം ബുഖാരി തന്നെ അദ്ദേഹത്തിന്റെ സഹീൽ 7 തവണ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. 7 സന്ദർഭങ്ങളിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ്. ഇൻഷാ അല്ലാഹ് അത് പറയാം. അപ്പോ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും പേര് നമ്മൾ പഠിക്കണം. ഇതില് കൂടുതൽ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസുകളാണ് അർബഈനിലുള്ളത്. അല്ലാത്ത മുഹദ്ദിസുകളുടെ ഹദീസുകളും വരും. നമ്മളെല്ലാവരും ഈ ഒരു 3 ദിവസത്തെ ദൗറ കഴിയുമ്പോൾ പ്രധാനപ്പെട്ട മുഹദ്ദിസുകളുടെ പൂർണ്ണമായ പേര് നമ്മൾ പഠിക്കണം. അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി, അബുൽ ഹുസൈൻ മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് അൻ-നൈസാബൂരി. ഞാനൊരു പേപ്പർ തരാം, ഇത് നമുക്ക് പഠിക്കാനുള്ള സൗകര്യത്തിനാണ്. ഇതിൽ പ്രധാനപ്പെട്ട 12 മുഹദ്ദിസുകളുടെ പേരും അവർ ജനിച്ച വർഷവും മരിച്ച വർഷവും ഉണ്ട്. ഈ തരുന്ന പേപ്പറുകളൊക്കെ വെറുതെ കിട്ടുന്നതനുസരിച്ച് നമ്മളിങ്ങനെ കളയരുത്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് ചെയ്യുന്നതാണ്. എല്ലാവർക്കും മത്തിന് കിട്ടിയിട്ടുണ്ടാകും. അതേപോലെ അതിന് പുറമെ നമ്മുടെ പ്രോഗ്രാം ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ അത്രാഫുൽ ഹദീസിന്റെ തുടക്കം പറയുന്ന ഒരു പേപ്പർ കിട്ടിയോ? അത് നമുക്ക് ഹദീസുകൾ ഹിഫ്ള് ചെയ്തൊന്ന് നോക്കാനും ഏതൊക്കെ ഹദീസ് ഏതൊക്കെ നമ്പറിലാണെന്നൊരു ധാരണ കിട്ടാനുമാണ് ആ പേപ്പർ ഉള്ളത്. സ്ത്രീകളുടെ ഭാഗത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ പറയണം. അബ്ദുള്ള അവിടെ കൊടുക്കും. അപ്പൊ നിങ്ങൾ പഠിക്കുക, ഇടയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, അത് വായിച്ച് മനസ്സിലാക്കുക. അവരുടെ സഹീഹുകളിൽ കൊണ്ടുവന്ന ഹദീസാണ്. സഹീഹുൽ ബുഖാരി, സഹീഹു മുസ്ലിം. അതിനെ കുറിച്ച് പറഞ്ഞു നോക്ക്. അവസാനത്തെ ഭാഗത്ത് റവാഹു ഇമാമ അൽ മുഹദ്ദിസീൻ, മുഹദ്ദിസുകളുടെ കൂട്ടത്തിലെ 2 ഇമാമുമാർ. ആരാണ്? അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി. പിന്നെ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ബിൻ അൽ മുഗീറത്തി ബിൻ ബർദിസ്ബ അൽ ബുഖാരി. അടുത്തത് അബുൽ ഹുസൈൻ മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് ബിൻ മുസ്ലിം അൽ ഖുശൈരി നൈസാബൂരി. ഫീ സഹീഹൈഹിമ, അവരുടെ 2 പേരുടെയും സഹീഹുകളിൽ, സഹീഹു അൽ ബുഖാരി, സഹീഹു മുസ്ലിം. ആ കിതാബിന്റെ പ്രത്യേകത എന്താണ്? ആ 2 കിതാബ് അല്ലദൈനി ഹുമാ അസ്ഹുൽ കുതുബിൽ മുസന്നഫ, രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശരിയായ ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം. എഴുതി രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും സഹീഹായ 2 ഗ്രന്ഥങ്ങൾ സഹീഹുൽ ബുഖാരി, സഹീഹു മുസ്ലിം. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞ ഏറ്റവും ഒന്നാമത്തെ സഹീഹുൽ ബുഖാരി, പിന്നെ സഹീഹു മുസ്ലിം. സഹീഹുൽ ബുഖാരി സുമ്മ സഹീഹു മുസ്ലിം. ഇവിടെ ഹുമ അസഹുൽ കുതുബിൽ മുസന്നഫ എന്നാണ് പറഞ്ഞത്, രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശരിയായ. എന്നാൽ ഖുർആനുമായി പറയുമ്പോൾ എങ്ങനെ പറയാ? അസഹുൽ കുതുബി ബഅദ കിതാബില്ല, അള്ളാന്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും ശരിയായ കിതാബ്. ഇവിടെ അൽ കുതുബുൽ മുസന്നഫ, രചിക്കപ്പെട്ട ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ഖുർആൻ രചിക്കപ്പെട്ടതല്ല. അതുകൊണ്ട് ഏറ്റവും ശരിയായ രചിക്കപ്പെട്ട ഗ്രന്ഥം സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം. ഖുർആനും കൂടി കൂട്ടുമ്പോൾ, കിതാബ് എന്ന നിലക്ക് കൂട്ടുമ്പോൾ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് സഹീഹുൽ ബുഖാരി സുമ്മ സഹീഹു മുസ്ലിം. നമുക്ക് ഹദീസിലേക്ക് കടക്കാം. ഹദീസിന്റെ അർത്ഥം ആദ്യം പറയാം. വളരെ വിശദമായി പറയേണ്ട ധാരാളം ശർഹകൾ പണ്ഡിതന്മാർ വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസാണ്. നമ്മൾക്ക് 5:20 വരെയാണ് സമയമുള്ളത്. അതുവരെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യും, പറയും. ആദ്യം നമുക്ക് അർത്ഥം പറയാം. നിങ്ങൾ നേരത്തെ അർബഈൻ പഠിച്ച ആളുകൾ ഇതിലുണ്ടാകും. ഇത് പഠിച്ച ആളുകൾക്ക് ഒരു മുറാജയാണ്, അല്ലാത്ത ആളുകൾ ഒരു തുടക്കമാണ്.
വിശദമായിട്ട് നിങ്ങൾ പഠിക്കണം. അറബി അറിയുന്ന ആളുകൾ അറബിയിലുള്ള ദർസുകൾ കേട്ട് പഠിക്കാൻ ശ്രമിക്കണം. തയ്യിബ്, അർത്ഥം പറയാം. സമിഅ്തു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅ്തു, ഞാൻ കേട്ടു, റസൂലല്ലാഹി, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കേട്ടു. അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കേട്ടു. അല്ലാഹുവിന്റെ റസൂലിനെ എങ്ങനെ കേൾക്കുക? അല്ലാഹുവിന്റെ റസൂലിന്റെ ദാത്തിനെ കേൾക്കൂല, മറിച്ച് സമിഅ്തു കലാമ റസൂലില്ലാഹ്. അവിടെ കലാം എന്ന് പറയുന്ന ഒരു മുദാഫ്, അത് കളഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറയും. അൽ ഇജാസ്, ഇജാസിന് വേണ്ടിയിട്ടാണ് അത് കളഞ്ഞത്, അതിന്റെ ആവശ്യമില്ല. റസൂലിനെ കേട്ടു എന്ന് പറഞ്ഞാൽ റസൂലിന്റെ ദാത്തിനെ, തടിയെ കേൾക്കൂല, റസൂലിന്റെ ശബ്ദമാണ് കേൾക്കുക. സമിഅ്തു റസൂലല്ലാഹി, സമിഅ്തു കലാമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ കലാം ഞാൻ കേട്ടു. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. طيب إنما الأعمال بالنيات. അമലുകൾ, അമലും എന്നതിന്റെ ജംആണ് അഅ്മാൽ. അമൽ എന്ന് ഒറ്റക്ക് പറഞ്ഞാലും അതിന് ജംആക്കി പറഞ്ഞാലും അർത്ഥം അമലുകൾ എന്നാണ്. അൽ അമൽ എന്ന് മുഫ്രദാക്കി പറഞ്ഞാലും അതിന്റെ ജിൻസിനെ ഉദ്ദേശിച്ചാണെങ്കിൽ അമലുകൾ എന്നായിരിക്കും. കാരണം ഒരു റിവായത്തിൽ ലാ അമല ഇല്ലാ ബിന്നിയ്യ എന്ന് വന്നിട്ടുണ്ട്. അൽ അമൽ എന്ന റിവായത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അൽ അമൽ എന്ന് പറഞ്ഞാൽ അൽ അഅ്മാൽ എന്ന് പറഞ്ഞാലും ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അമലുകൾ, പ്രവർത്തനങ്ങൾ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാതി, നിയ്യത്ത് എന്നതിന്റെ ജംആണ് നിയ്യാത്ത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖസ്ദു, ഉദ്ദേശം. നിയ്യ അൽ ഖസ്ദു, ഉദ്ദേശം. അൽ ഖസ്ദു, ഉദ്ദേശം. അത് ഭാഷയിൽ അതിന്റെ അർത്ഥം അൽ ഖസ്ദ്, ഉദ്ദേശം എന്നാണ്. ശർഇൽ അതിന്റെ അർത്ഥം എന്താണ്? സാലിഹുൽ ഉസൈമി ഹഫിദഹുല്ലാഹ് പറഞ്ഞു, ഇറാദത്തുൽ ഖൽബിൽ അമല തഖർറുബൻ ഇലല്ലാഹ്. ഇറാദത്തുൽ ഖൽബി അൽ അമല തഖർറുബൻ ഇലല്ലാഹ്. ഇറാദത്തുൽ ഖൽബി, ഹൃദയം ഉദ്ദേശിക്കലാണ്, അൽ അമല പ്രവർത്തനത്തെ, തഖർറുബൻ ഇലല്ലാഹ് അല്ലാഹുവിന്റെ സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിലേക്ക് സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഹൃദയം ഒരു അമലിനെ ഉദ്ദേശിക്കലാണ്. അതാണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. ഇറാദത്തുൽ ഖൽബിൽ അമല തഖർറുബൻ ഇലല്ലാഹ്. തയ്യിബ്. ഇന്നമൽ അഅ്മാലു, ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും. അതിനുശേഷം മാ അൽ കാഫ, അത് ഇന്നയുടെ കൂടെ വന്ന് അതിന്റെ അമല് പോകും, പക്ഷെ അതിന് ഹസ്റിന്റെ ഫായിദ ഉണ്ടാകും, തഅക്കീദിന്റെ അർത്ഥവും ഉണ്ടാകും. ഇന്നമൽ അഅ്മാലു, തീർച്ചയായും അമലുകൾ, ബിന്നിയ്യാതി, നിയ്യത്തുകൾ കൊണ്ടാകുന്നു. അതിന്റെ ആ ബിന്നിയ്യാത്ത് എന്ന് പറയുന്ന അറബി അറിയുന്ന ജാറു വൽ മജ്റൂർ, അതിൽ മുതഅല്ലഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫിളഹുല്ലാഹ് പറയും മുഅ്തബറ. ഇന്നമൽ അഅ്മാലു മുഅ്തബറത്തുൻ ബിന്നിയ്യാത്ത്, അങ്ങനെ അർത്ഥം പറയാം. അമലുകൾ, തീർച്ചയായും അമലുകൾ നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത്. മുഅ്തബറ, പരിഗണിക്കപ്പെടുന്നത്. ഇന്നമൽ അഅ്മാലു, മാത്രം അർത്ഥം ഉണ്ടാവും, ഹസ്റിന്റെ അർത്ഥം വിശദീകരിക്കുന്ന സമയമല്ല, അർത്ഥം മനസ്സിലാക്കുക. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകൾ നിയ്യത്തുകൾ കൊണ്ടാണ്, ഉദ്ദേശങ്ങൾ കൊണ്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഇന്നമൽ അഅ്മാലു മുഅ്തബറത്തുൻ ബിനിയ്യാതിഹാ എന്ന് പറഞ്ഞാൽ എന്താ? അമലുകൾ നിയ്യത്തുകൾ കൊണ്ടാണ് പരിഗണിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അമൽ അത് മിൻ ജിഹത്തി സിഹത്തി വൽ ഖബൂൽ എന്നാണ് പറയാ. അത് സ്വീകരിക്കപ്പെടുകയോ അത് ശരിയാകുന്നതും സ്വീകരിക്കപ്പെടുന്നതും അമലുകൾ നിയ്യത്ത് പരിഗണിച്ചുകൊണ്ടാണ്. ഒരു അമൽ അത് ശരിയാകണമെങ്കിൽ, ഒരു അമൽ അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് നിയ്യത്തുകൾ പരിഗണിച്ചുകൊണ്ടാണ്, അങ്ങനെ പറയാം. അപ്പൊ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്തായിരിക്കും? അമലുകൾ പരിഗണിക്കപ്പെടുന്നത് ഉദ്ദേശങ്ങൾ കൊണ്ടാണ്. എന്താണ് ഈ പരിഗണന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ശരിയാകുന്നതും അത് സ്വീകരിക്കപ്പെടുന്നതും നിയ്യത്തുകൾ അനുസരിച്ചാണ്. ഒരു അമൽ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, ഒരു അമൽ അത് ശരിയാകണമെങ്കിൽ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് സംഭവിക്കുന്നത്. തയ്യിബ്.
നിയത്ത് കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, അമലുകൾ നിയ്യത്ത് കൊണ്ട് മാത്രമാണ് ശരിയാകുന്നതും സ്വീകരിക്കപ്പെടുന്നതും. തയ്യിബ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഇംറു എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തി, മനുഷ്യൻ, ഒരാൾ എന്നൊക്കെയാണ് അർത്ഥം. ഇംറു. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. നവ എന്ന് പറഞ്ഞ അറബിയിൽ എന്താണ്? ഉദ്ദേശിച്ചു എന്നാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ, തീർച്ചയായും ഓരോ വ്യക്തിക്കും മാ നവ, അവൻ ഉദ്ദേശിച്ചത് എന്താണോ അത് മാത്രമാണ് ഉണ്ടായിരിക്കുക. എന്താ അർത്ഥം പറയാ? ഓരോ വ്യക്തിക്കും അവൻ എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താണ്? ആ അമൽ അള്ളാഹു സ്വീകരിക്കുന്നതും അത് ശരിയാകുന്നതും നിയ്യത്തിന്റെ അടിസ്ഥാനം. രണ്ടാമത് പറയുന്നത് ആ നിയ്യത്തിന്റെ ആ കർമ്മത്തിന്റെ സവാബിനെ കുറിച്ചാണ്, പ്രതിഫലത്തെ കുറിച്ചാണ്. ആ പ്രതിഫലം ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഓരോ കർമ്മം ചെയ്യുന്ന വ്യക്തിയും ഓരോ ആമിലും എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ആ കർമ്മത്തിന്റെ പ്രതിഫലം. അപ്പൊ ജുംലയുടെ ആദ്യം ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞാൽ ആ കർമ്മം അത് ശരിയാകുന്നതും സ്വീകരിക്കപ്പെടുന്നതും നിയ്യത്തുകൾ പരിഗണിച്ചുകൊണ്ടാണ്. രണ്ടാമത്തെ ഭാഗം ആ കർമ്മം ചെയ്യുന്നവന് കിട്ടുന്ന കൂലിയെ കുറിച്ചാണ്. എന്താണ് കൂലി? അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് മാത്രമായിരിക്കും അവന് കിട്ടുക. അവൻ അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ച് ചെയ്താൽ അതിനവന് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ഉണ്ടാകും. മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചാൽ അവനത് കിട്ടാം കിട്ടാതിരിക്കാം. അതാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് പറയുന്നത്. ഈ ഭാഗം മനസ്സിലായോ? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഇനി അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഅലീമിന്റെ ഒരു ശൈലിയാണ് കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാകാൻ ഉദാഹരണം പറയും എന്നുള്ളത്. ഉദാഹരിച്ചുകൊണ്ട് പറയുക. അത് പഠിതാവിന്റെ, കേൾവിക്കാരന്റെ മനസ്സിൽ കാര്യം പെട്ടെന്ന് ബോധ്യപ്പെടാൻ ഉപകരിക്കുന്ന ശൈലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപയോഗിച്ചു. എന്നിട്ട് അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ കൊള്ളുന്ന ഒരു പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇവിടെ ഉദാഹരണമായി എടുത്തു പറഞ്ഞ ഹിജറയെ കുറിച്ചാണ്. അതിൽ ഹിജറയുടെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല ഇവിടെ ഹിജറയെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് പറയാൻ മറ്റൊരു കാരണമുണ്ട്. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നാട് എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. അവർ നാട്ടിൽ നിന്ന് പുറത്തു പോകില്ല, എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ട് തിരിച്ചു വരും. അപ്പൊ അറബികൾക്ക് നാട് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം നാടുമായി അത്ര ബന്ധമുള്ള, അവരുടെ സ്വന്തം നാട് വിട്ടുപോകുക എന്നുള്ളത് കുറച്ച് മറ്റു ആളുകളെക്കാൾ ആപേക്ഷികമായി കുറച്ചും കൂടി അറബികൾക്ക് നാടുമായി കുറച്ച് ബന്ധമുണ്ടാകും. അതുകൊണ്ട് ഹിജറയെ എടുത്തു പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജറ എന്ന് പറയുന്ന മഹത്തരമായ കർമ്മം, നാട് ഉപേക്ഷിച്ചു പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ആ ഒരു മഹത്തരമായ ഇബാദത്താണ് ഇവിടെ ഉദാഹരണമായി പറഞ്ഞത്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ഫമൻ, ആ ഫ എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് ഇസ്തിനാഫിയ, ഒരു ജുംല തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഫ ആണ്, അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ചില ആളുകൾ പറഞ്ഞു ഫ തഫ്സീലിയ, ഒരു കാര്യം വിശദീകരിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ. ഫമൻ കാനത്, അപ്പോൾ ഫമൻ കാനത് ഹിജ്റതുഹു, അപ്പോൾ ആരുടെ ഹിജ്റയാണോ ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ആയിട്ടുള്ളത് എങ്കിൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും അവന്റെ ഹിജ്റ, ആരുടെ ഹിജ്റയാണ് അള്ളാഹുവിലേക്കും റസൂലിലേക്കും ആയിട്ടുള്ളത് എങ്കിൽ, കുറച്ച് കയറിയിരുന്നോളൂ, ഒന്ന് കുറച്ച് അടുപ്പിച്ചിരുന്നാൽ നമ്മളെ സ്ഥലപരിമിതി ഉണ്ട്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അപ്പോൾ ആരുടെ ഹിജ്റയാണ് അള്ളാഹുവിലേക്കും റസൂലിലേക്കും ആയിട്ടുള്ളത് എങ്കിൽ, അഥവാ അള്ളാഹുവിലേക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട്,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എന്ന് പറഞ്ഞ റസൂലിന്റെ സുന്നത്തിനെ ഇത്തിബാ ചെയ്തുകൊണ്ട് ആര് അള്ളാഹുലേക്കും റസൂലിലേക്കും ഹിജ്റ പോകുന്നുണ്ടോ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവന്റെ ഹിജ്റ അള്ളാഹുലേക്കും റസൂലിലേക്കുമായിരിക്കും, അതിന്റെ കൂലി അവൻ ഉണ്ടാകും. അള്ളാഹുവിനെയും റസൂലിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ആര് ഹിജ്റ പോയി അവന് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ഉണ്ടാകും. വമൻ കാനത് ഹിജ്റതുഹു, എന്നാൽ ആരുടെ ഹിജ്റയാണോ ലിദുനിയ, ദുനിയാവിന് വേണ്ടി, യുസീബുഹ, അത് കരസ്ഥമാക്കാൻ, അപ്പൊ ദുനിയാവ് കരസ്ഥമാക്കാൻ വേണ്ടി ആര് ഹിജ്റ പോകുന്നുവോ, അവിംറഅതിൻ യൻകിഹുഹ, നകഹ യൻകിഹു എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്യുക, അസ്വാബ യുസീബു എന്ന് പറഞ്ഞാൽ ലിദുനിയ യുസീബുഹ, അസ്വാബ യുസീബു എന്ന് പറഞ്ഞാൽ കരസ്ഥമാക്കുക. അപ്പോ ആരുടെ ഹിജ്റയാണ് ദുനിയാവ് കരസ്ഥമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ വേണ്ടി ആര് ഹിജ്റ പോകുന്നുവോ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈ, അവന്റെ ഹിജ്റ അവൻ ഏതൊന്നിലേക്കാണോ ഹിജ്റ പോയിട്ടുള്ളത് അതിലേക്കായിരിക്കും. ഫമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ, ഈ ദുനിയ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുള്ളൂ, ഒന്ന് ദുനിയാവ്, മറ്റൊന്ന് ദുനിയ എന്ന് പറഞ്ഞാൽ മാൽ, സമ്പത്ത് എന്നുള്ള അർത്ഥമുണ്ട്. രണ്ടർത്ഥം പറഞ്ഞാലും ഇവിടെ ശരിയാവും. ഒരാൾ സമ്പത്തിന് വേണ്ടി, സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടി ഹിജ്റ പോയി, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി ഹിജ്റ പോയി, ആ ഹിജ്റ അവൻ ഏതൊന്നിലേക്കാണോ പോയിട്ടുള്ളത് അതിലേക്കായിരിക്കും. ഇവിടെ ഫഹിജ്റതുഹു ഇലാ ദുനിയ യുസീബുഹ അവ ഇംറഅതിൻ യൻകിഹുഹ എന്ന് ആവർത്തിച്ചു പറഞ്ഞില്ല. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ദുനിയാവ് ലക്ഷ്യം വെച്ച് ഹിജ്റ പോയ ആളുകൾക്ക്, അല്ലെങ്കിൽ ദുനിയാവ് വെച്ച് ലക്ഷ്യം വെച്ച് ആരെങ്കിലും അമൽ ചെയ്താൽ അത് കിട്ടാം കിട്ടാതിരിക്കാം എന്ന സൂചന ഇതിലുണ്ട്. അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഹിജ്റ പോയവർക്ക് എന്തായാലും എന്തുണ്ടാവും, അതിന്റെ പ്രതിഫലം തീർച്ച. എന്നാൽ ദുനിയാവ് മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഹിജ്റ എന്നുള്ള ഏത് കർമ്മം ചെയ്താലും അത് കിട്ടാം കിട്ടാതിരിക്കാം എന്ന ഇഷാറത്ത് ഈ ഇലാ മാ ഹാജറ ഇലൈ എന്ന വാക്കിലുണ്ട് എന്ന് പറഞ്ഞത് കാണാം. തയ്യീം, നമ്മുടെ സമയം ഇനി 10 മിനിറ്റ് കൂടിയുള്ളൂ. അർത്ഥം മനസ്സിലായോ? തയ്യീം, ഈ ഹദീസ് ഇതിലെ വിഷയം എന്ന് പറയുന്നത് നിയ്യത്തിന്റെ പ്രാധാന്യമാണ്. നിയ്യത്തിന്റെ പ്രാധാന്യം ഈ ഹദീസിൽ ഉണ്ട്. ഈ ഹദീസിന്റെ പ്രധാനപ്പെട്ട വിഷയം തന്നെ അതാണ്, ബയാനു മൻസിലത്തിൻ നിയ്യ, നിയ്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുക എന്നാണ് ഈ ഹദീസിന്റെ പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ ചെയ്യുന്ന അമലുകൾ അതിൽ നിയ്യത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്, വളരെ വലുതാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ, ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഈ ഹദീസ് നിസ്ഫുൽ ഇൽം, ഇൽമിന്റെ പകുതിയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇൽം അത് ഉണ്ടാക്കുന്നതായിരിക്കും അമലുൻ സാലിഹ്. ആ സൽക്കർമ്മം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് 2 കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന്, അവന്റെ നിയ്യത്ത് ശരിയാകണം, മറ്റതിന്റെ ബാഹ്യമായ കർമ്മങ്ങൾ ശരിയാകണം. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഈ ഹദീസിനെ കുറിച്ച് മീസാനു അൽ അഅമാലിൽ ബാത്തിന, നമ്മുടെ അമലുകളുടെ അഥവാ ബാത്തിനായ അമലിന്റെ മീസാൻ, അതാണ് ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ. ഒരു കർമ്മം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് 2 ഷർത്തുണ്ട്. ഒന്നെന്താണ്? ഇഖ്ലാസ്, മറ്റൊന്ന് ഇത്തിബാ. ആ ഇഖ്ലാസിനെ കുറിക്കുന്ന ഹദീസാണിത്. ഇത്തിബാ അതിന്റെ പുറമേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാകണം. അത് അടുത്ത ഹദീസിൽ വരുന്നുണ്ട്, മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ഹദീസിന്റെ പ്രാധാന്യം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി റഹിമഹുല്ലാഹ് പറഞ്ഞു, ലൗ സന്നഫ്തുൽ അബ്വാബ ലജഅൽതു ഹദീസ ഉമറ ഫീ കുല്ലി ബാബ്. ഞാൻ അധ്യായങ്ങൾ രചിക്കുകയാണെങ്കിൽ ഓരോ അധ്യായത്തിലും, ഒരു കിതാബ് രചിക്കുകയാണെങ്കിൽ ഓരോ അധ്യായത്തിലും ഈ ഹദീസ് ഞാൻ നിശ്ചയിക്കുമായിരുന്നു. ഓരോ അധ്യായത്തിലും ഹദീസ് കൊണ്ടുവരും. അദ്ദേഹം തന്നെ പറഞ്ഞു, മൻ അറാദ അൻ യുസന്നിഫ കിതാബൻ, ആരെങ്കിലും ഒരു കിതാബ് രചിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൽയബ്ദ ബിഹദീസ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന ഹദീസ് അവൻ അതുകൊണ്ട് തുടങ്ങട്ടെ എന്ന് പറഞ്ഞത് കാണാം. അൽ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹാദൽ ഹദീസ് സുലുസുൽ ഇൽം,
ഈ ഹദീസ് ഇൽമിന്റെ 1/3 എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ ഒന്നുകിൽ അഅമാലുൽ ഖൽബായിരിക്കും, അല്ലെങ്കിൽ അഅമാലുൽ ലിസാൻ, അല്ലെങ്കിൽ അഅമാലുൽ ജവാരിഹ്. ഈ 3 രൂപത്തിലായിരിക്കും. അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന അമലുകൾ, നാവ് കൊണ്ട് ചെയ്യുന്ന അമലുകൾ, ഹൃദയം കൊണ്ട് ചെയ്യുന്ന അമലുകൾ. അതിൽ ഹൃദയം അതുകൊണ്ട് ചെയ്യുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞ ഹദീസിലുള്ളത്. അതുകൊണ്ട് 3 നമ്മുടെ അമലുകൾ ഈ 3 എണ്ണമാണ്. അതിലൊന്ന് അഅമാലുൽ ഖൽബ്, അതിൻ്റെ അടിസ്ഥാനം ഈ ഹദീസ് ആയതുകൊണ്ട് ഇൽമിന്റെ 3/1 ഈ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ-ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാ പറഞ്ഞത് കാണാം, ലൈസ ഫി അഖ്ബാരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഉൻ അജ്മഅ വഅഗ്നാ വഅക്സറ ഫായിദതൻ മിൻ ഹാദൽ ഹദീസ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളിൽ ഇത്രയും ധന്യമായ, ഇത്രയും ഫായിദയുള്ള, എല്ലാം ഒരുമിച്ച് കൂട്ടുന്ന മറ്റൊരു ഹദീസ് ഇല്ല എന്നാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ പറഞ്ഞു. ഈ ഹദീസിനോളം ഫായിദുള്ള വേറെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഇല്ല എന്ന് വരെ ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥം ആരംഭിച്ചിട്ട് തന്നെ ഈ ഹദീസ് കൊണ്ടാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹ് ആരംഭിച്ചത് ഈ ഹദീസ് കൊണ്ടാണ്. അൽ-അർബഊൻ നബവി ഇമാം നബവി ഈ ഹദീസ് കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അബ്ദുൽ ഗനി അൽ മഖ്ദിസി അദ്ദേഹത്തിന്റെ ഉംദത്തുൽ അഹ്കാം എന്ന കിതാബ് ആരംഭിച്ചുള്ള ഹദീസ് കൊണ്ടാണ്. അൽ-ഇമാമുൽ ബഗവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മസാബിഹുസ് സുന്ന എന്ന ഗ്രന്ഥവും ഷർഹുസ് സുന്ന എന്ന ഗ്രന്ഥവും, ഈ 2 ഗ്രന്ഥവും തുടങ്ങിയത് ഈ ഹദീസ് കൊണ്ടാണ്. ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ ജാമിഉസ് സഗീർ എന്ന കിതാബ് തുടങ്ങിയിട്ടുള്ളതും ഈ ഹദീസ് കൊണ്ടാണ്. അങ്ങനെ പല പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥം ഈ ഹദീസ് കൊണ്ട് തുടങ്ങിയത് കാണാം. അതിന്റെ പ്രാധാന്യം, നമ്മൾ ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും നിയ്യത്ത് അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. നിയ്യത്ത് ശരിയായിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ ഈ ഇരുത്തം, ഒരുപാട് ആളുകൾ പല ദൂരത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇതൊരു അമലുൻ സാലിഹ്, നമ്മൾക്ക് നാളെ പരലോകത്ത് നമ്മുടെ മീസാനിൽ വമ്പിച്ചതായ ഒരു കനം തൂങ്ങുന്ന ഒരു അമലാകണമെങ്കിൽ നമ്മുടെ നിയ്യത്ത് ശരിയാകണം. ഇതിലിരിക്കുന്ന എല്ലാവർക്കും ഒരേ കൂലിയല്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം നമ്മുടെ നിയ്യത്താണ്. അബ്ദുല്ലാഹി മുബാറക് റഹിമഹുല്ലാ പറഞ്ഞു, റുബ്ബ അമലിൻ സഗീരിൻ തുകസ്സിറുഹു നിയ്യ. എത്ര ചെറിയ ചെറിയ അമലുകളാണ് നിയ്യത്ത് അതിനെ വലുതാക്കും, അല്ലെങ്കിൽ തുകബ്ബിറുഹു നിയ്യ, നിയ്യത്ത് അതിനെ വലുതാക്കും. അപ്പൊ നിയ്യത്ത് കൊണ്ടൊരു ചെറിയ അമൽ തന്നെ വലിയ കൂലി കിട്ടുന്നതാണ്. വറുബ്ബ അമലിൻ കബീരിൻ തുസഗ്ഗിറുഹു നിയ്യ. വലിയ അമലുകൾ, എത്ര വലിയ അമലുകളാണ് നിയ്യത്ത് അതിനെ ചെറുതാക്കും. പല ലക്ഷ്യത്തിന് വേണ്ടി ചെയ്താൽ അത് ബാത്തിലാകും. നമ്മളെ നിയ്യത്തിനെ ബാധിക്കുന്ന കാര്യം നമ്മൾ ശരിക്കും പഠിക്കണം. ഇത് വിശാലമായി പറയേണ്ട ഹദീസാണ്. നിയ്യത്തിന്റെ പ്രാധാന്യം കുറിക്കുന്ന ഹദീസ്. നമ്മൾ ചെയ്യുന്ന അമലുകൾ, അതിൽ നിയ്യത്ത് അത് ശരിയാകണം. നിയ്യത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, 2 തരം നിയ്യത്തുണ്ട്. ഒന്ന് നിയ്യത്തുൽ അമൽ. നിയ്യത്തുൽ അമൽ അതിനാണ് നിയ്യത്തു തഅയീൻ. നിയ്യത്തുൽ മുത്തജിഹത്തുൽ ലിൽ ഇബാദ എന്നൊക്കെ പണ്ഡിതന്മാർ പറയും. നമ്മളൊരു അമൽ ചെയ്യുമ്പോൾ ആ അമൽ ഇന്നതാണ് എന്ന് നിർണയിക്കുന്ന നിയ്യത്ത്. ഇപ്പൊ നമ്മൾ ളുഹർ നിസ്കരിക്കുമ്പോൾ ഞാൻ ളുഹറാണ് നിസ്കരിക്കുന്നത് എന്ന് മനസ്സിൽ കരുതൽ, നിയ്യത്തുൽ അമൽ. അതാണ് നിയ്യത്തുൽ അമൽ എന്ന് പറയാം. നിയ്യത്തു തഅയീൻ, നിയ്യത്തുൽ മുത്തജിഹത്തുൽ ലിൽ ഇബാദ. ആ നിയ്യത്താണ് ആദത്തുകളെയും ഇബാദത്തിനെയും വേർതിരിക്കുന്നത്. ആദത്തിനെയും ഇബാദത്തിനെയും വേർതിരിക്കുന്നത്. ഒരാൾ ഡോക്ടർ പറഞ്ഞു ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടും ഡയറ്റ് എടുക്കുകയാണ്. അയാൾ ഭക്ഷണം കഴിക്കുന്നില്ല, അയാൾ രാവിലെ പകല് മൊത്തം ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനത്തെ ഒരു ഡയറ്റ് എന്ന് വിചാരിച്ചോളി. എന്നാൽ രാവിലെ മൊത്തം അയാൾ ഒരു നോമ്പുകാരൻ നോമ്പെടുക്കുന്നു. രണ്ടാളും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒന്ന് ഇബാദത്താണ്, മറ്റൊന്ന് ആദത്താണ്. എന്താ കാര്യം? എന്താണ്? രണ്ടാളും ഭക്ഷണം കഴിച്ചിട്ടില്ല, പക്ഷെ ആ നീയത്ത് കൊണ്ടാണ് അത് വേർതിരിച്ചത്. അയാൾ നോമ്പ് നീയത്താക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കാതെ, മറ്റേ ആൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇബാദത്തിനെയും ആദത്തിനെയും വേർതിരിക്കുന്നത് ഈ നിയ്യത്തുൽ അമലാണ്. ഇനി ഇബാദത്തുകളിൽ തന്നെ ചില സുന്നത്തും ഫർദും അതുപോലെ തന്നെ ഒരേ രൂപത്തിലുള്ള ഇബാദത്തുകൾ വേർതിരിക്കുന്ന നിയ്യത്തായിരിക്കും. ഇപ്പൊ നോക്കൂ, ഉദാഹരണം, ഒരാൾ സുബൈക്ക് പള്ളിയിൽ വന്നപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചു.
ശേഷം 2 റക്അത്ത് സുബൈ നിസ്കാരമുണ്ട്. ഈ 2 സുബൈന്റെ ഫർദായ 2 റക്അത്തിനെയും അതിനു മുമ്പുള്ള സുന്നത്തായ 2 റക്അത്തിനെയും വേർതിരിക്കുന്ന ഘടകം എന്താണ്? നീയത്താണ്. രണ്ടും ഒരേ റക്അത്താണ്, രണ്ടിനും 2 റക്അത്തുള്ളൂ. പക്ഷെ ഒന്ന് സുന്നത്താണ്, മറ്റൊന്ന് ഫർദാണ്. അതിനെ വേർതിരിച്ചത് നീയത്താണ്. ഇതാണ് നീയത്തുൽ അമൽ എന്ന് പറയും, നീയത്തുൽ തഅയീൻ എന്നൊക്കെ പറയുന്നത്. രണ്ടാമത്തെ നീയത്തുൽ മഅമൂലി ലഹു, അല്ലെ നീയത്തുൽ തഖർറുബ് എന്നൊക്കെ പറയുന്നത്, അല്ലെ നീയത്തുൽ മുത്തജിഹത്തുൻ ലിൽ മഅബൂദ്. ഇതിനാണ് ഇഖ്ലാസ് എന്ന് പറയാം. ഏതൊരു അമൽ ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുക, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുക. ഇതിനെന്താ പറയാ? നീയത്തുൽ മഅമൂലി ലഹു, നീയത്തുൽ തഖർറുബ് എന്ന് പറയും. ഏതൊരു ഇബാദത്തിലും ഇത് രണ്ടും ഉണ്ടാകണം. നമ്മൾ മഗ്രിബ് നിസ്കരിക്കാൻ പോവാണ്, മഗ്രിബാണ് നിസ്കരിക്കുന്നത് എന്ന ഒരു ചിന്തയുണ്ടാകണം. ഇതിന് അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകണം എന്ന ചിന്തയും ഉണ്ടാകണം. അതാണ് നീയത്തുൽ മഅമൂലി ലഹു. അത് അള്ളാഹു അല്ലാത്തൊരാൾക്ക് വേണ്ടി ചെയ്താൽ അത് ഫസാദാകും. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ അമലു സൂറത്തുൻ വൽ ഇഖ്ലാസു റൂഹുൻ. അമൽ എന്ന് പറഞ്ഞാൽ ബാഹ്യമായതിന്റെ രൂപമാണ്, ഇഖ്ലാസ് ആണ് അതിന്റെ ആത്മാവ്. ഇദാ ലം തുഖ്ലിസ് ഫലാ തതഅബ്. നിനക്ക് ഇഖ്ലാസ് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യേണ്ടതില്ല? നീ ക്ഷീണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് കാണാം. ഇഖ്ലാസ് ഇല്ലെങ്കിൽ പണിയെടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കണം. നീയത്തിനെ ബാധിക്കുന്ന ഒരുപാട് കാര്യം, റിയാ നമ്മളെ നീയത്തിനെ ബാധിക്കും. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ലോകമാന്യത വരാം. അതുപോലെ തന്നെ സുംഅത്ത്, ആളുകൾ നമ്മൾ ചെയ്യുന്നത് കീർത്തി എന്ന് പറയും. ചെയ്യുന്നത് പിന്നെ ആളുകൾക്ക് വേണ്ടിയിട്ടാകില്ല, പക്ഷെ ആളുകളിൽ നിന്ന് നല്ലത് കേൾക്കാൻ വേണ്ടി, മറ്റൊന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടി. അതേപോലെ നീയത്തിനെ ബാധിക്കാൻ പല ദുനിയാവ് ആഗ്രഹിക്കുക. അപ്പൊ ദീൻ പഠിക്കുക, ദുനിയാവ് ലക്ഷ്യം വെച്ച് പഠിച്ചാൽ, ദീൻ പഠിച്ചാൽ അതിന് വമ്പിച്ച സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹബ്ബുർ റിആസ, നേതൃത്വം ആഗ്രഹിക്കുക. ഹബ്ബു സദാറ, എവിടെയും മുമ്പിൽ വരണമെന്ന ആഗ്രഹം. ഹബ്ബുൽ മദ്ഹ്, നല്ല വാക്ക് ആഗ്രഹിക്കൽ. ഇങ്ങനെ നീയത്തിനെ ബാധിക്കുന്ന പലതും ഉണ്ട്. ഖൗഫുൽ മദം, ആളുകളുടെ ആക്ഷേപം പേടിക്കുക. ഇതൊക്കെ നീയത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ അൽ ഉജുബ്, ഞാൻ തിരക്കേണ്ടതില്ല എന്നുള്ള ചിന്ത. അതുപോലെ തന്നെ യാന്ത്രികമായി ഓരോന്ന് ചെയ്യും, പ്രത്യേകിച്ച് ഒരു നീയത്തുമില്ല, എങ്ങനെ ചെയ്ത് അറിയില്ല, നീയത്ത് പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ല. ഇങ്ങനെ നീയത്തിനെ ബാധിക്കുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ട്. അപ്പോ നീയത്തിനെ ശരിപ്പെടുത്തുക എന്നുള്ളത്, ഇപ്പൊ നമ്മുടെ ഈ മജ്ലിസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇഖ്ലാസിനെ ഉറപ്പുവരുത്തണം. മഅറൂഫുൽ കർഹി റഹിമഹുല്ലാഹ് പറയാറുള്ളത് പോലെ, യാ നഫ്സു അഖ്ലിസി തതഖല്ലസി, നഫ്സ നീ ഇഖ്ലാസ് ഉള്ളതാകണം എങ്കിൽ നിനക്ക് രക്ഷപ്പെടാം. യാ നഫ്സു അഖ്ലിസി തതഖല്ലസി, ഈ ഇഖ്ലാസ് ഉള്ളതാകണം എങ്കിൽ നിനക്ക് രക്ഷപ്പെടാം. അപ്പോൾ നമ്മൾ ഇഖ്ലാസിനെ ഉറപ്പുവരുത്താൻ പ്രത്യേകിച്ചും ഈ സദസ്സിൽ നമ്മൾ പരിശ്രമിക്കണം. നീയത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നീയത്ത് അതിന്റെ മഹല്ല് ഖൽബാണ്, ഇജ്മാ ഉള്ള വിഷയമാണ്, അതിന്റെ സ്ഥാനം ഹൃദയമാണ്. അതുകൊണ്ട് തന്നെ അത്തലഫ്ഫുളു ബിന്നിയ ബിദ്അ, നീയത്ത് ചൊല്ലി പറയുക എന്നുള്ള ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. നീയത്ത് ചൊല്ലി പറയുക എന്നുള്ളത് എന്താണ്? ബിദ്അത്താണ്. സമയം കഴിഞ്ഞു. നീയത്തിന്റെ പ്രാധാന്യം കുറിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നീയത്ത്, അതിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടുന്ന കൂലി ചെറുതല്ല. ഏത് കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, അതിന് നീയത്ത് ആവശ്യമാണ്. അതിന്റെ നീയത്ത് അനുസരിച്ച് നമുക്ക് കൂലി ധാരാളമായിട്ട് വർദ്ധിക്കും. എത്രത്തോളം നമ്മൾ ചെയ്യുന്ന ആദത്തുകൾ പോലും, നമ്മൾ ചെയ്യുന്ന ശീലങ്ങൾ പോലും നമ്മൾ അതിന് കൂലി പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ, അതിന്റെ നീയത്ത് ശരിയാക്കി കഴിഞ്ഞാൽ, അത് ആദത്തായിരിക്കും. മുസ്ലിം കാഫിറൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ നമ്മുടെ നീയത്ത് ശരിയാക്കി കഴിഞ്ഞാൽ അതിന് കൂലി ഉണ്ടാകും. അൽ ഇമാം അൻ-നബവി റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞത് കാണാം, الطاعات العادات المباحات تصير طاعات بالنيات الصادقات.
അൽ മുബാഹാത്തു അനുവദനീയമായ കാര്യങ്ങൾ തസീറു ത്വാആത്തിൻ അത് സൽക്കർമ്മങ്ങളായി തീരും ബിന്നിയാത്തി സാലിഹാത്ത് നല്ല നീയത്ത് കൊണ്ട്. അതാണ് പല മുൻഗാമികൾ പല സഹാബികളും പറഞ്ഞ കാര്യം. ഇന്നി അഹ്തസിബു ഫീ നൗമതി കമാ അഹ്തസിബു ഫീ ഖൗമതി. ഞാൻ രാത്രി നിസ്കരിക്കുമ്പോൾ കൂലി പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ രാത്രി ഉറങ്ങുമ്പോഴും കൂലി പ്രതീക്ഷിക്കും. കാരണം ഉറങ്ങുക എന്നുള്ളത് അസ്ലൻ ഇബാദത്തല്ല. പക്ഷെ ഉറങ്ങുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉദ്ദേശിക്കുന്നത് പലതാരും ഉദ്ദേശിക്കുക. അവന് ഉറങ്ങി എണീറ്റാൽ ഇബാദത്ത് ചെയ്യണമെന്ന നിയ്യത്തിൽ ഉറങ്ങിയാൽ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് കൊടുക്കേണ്ട ഹക്ക് ആ അവകാശം ഞാൻ കൊടുക്കുകയാണെന്ന ഉദ്ദേശത്തിൽ കടന്നാൽ ആ ഉറക്കം പോലും ഇബാദത്താണ്. അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫിളഹുള്ള ഈ ഹദീസിന്റെ ഫായിദയെ പറഞ്ഞിട്ടൊരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയം കഴിഞ്ഞു. അന്നൽ അഅമാല ബിഹസബി മാ തകൂനു വസീലതൻ ലഹു فقد يكون الشيء المباح في الأصل يكون طاعة إذا نوى به الإنسان خيرا كالأكل والشرب إذا نوى به التقوي على العبادة. അസ്ലൻ ഒരു മുബാഹായ കാര്യം, ഒരു അനുവദനീയമായ കാര്യം, അതിനെ കൊണ്ട് ഒരു മനുഷ്യൻ ഖൈർ ഉദ്ദേശിച്ചാൽ അത് അസ്ലൻ ഒരു ഇബാദത്തല്ല. ഭക്ഷണം കഴിക്കാന്നുള്ള ഇബാദത്തല്ല. പക്ഷെ ആ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് അവന് ഇബാദത്തിനൊരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആ ഭക്ഷണം കഴിക്കൽ പോലും ഇബാദത്താണ്. അപ്പോ നിയ്യത്തിന്റെ പ്രാധാന്യമാണ് അവിടെ കുറിക്കുന്നത്. അതുകൊണ്ട് നിയ്യത്ത് അത് എല്ലാ കർമ്മത്തിന്റെയും കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരു ദുന്യവിയായ കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും അതിനെങ്ങനെ നിയ്യത്ത് കൊണ്ട് നന്മയാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക. അങ്ങനെ ഓരോ കർമ്മത്തിന്റെയും പിന്നാലെ നിയ്യത്തിനെ കൊണ്ടുപോവുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഞാൻ ഏറ്റവും പ്രയാസപ്പെട്ട് കൈകാര്യം ചെയ്ത വിഷയം നിയ്യത്തിന്റെ കാര്യമാണ്, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞത് കാണാം. അതുകൊണ്ട് നിയ്യത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി ഈ ഒരു സദസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യം നമുക്ക് നിയ്യത്ത് വെക്കാം. അത്തശ്രീഖു ഫിന്നിയാത്ത് എന്ന് പറയും. ഈ ഫിന്നിയ ഒരു നിയ്യത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടൽ പണ്ഡിതന്മാരുടെ ഒരു മസലയാണത്. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ നിയ്യത്ത് വെക്കാം? തലബുൽ ഇൽം അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദീൻ പഠിക്കുന്നതിന്റെ കൂലി നമ്മൾക്ക് പ്രതീക്ഷിക്കും. അതിനെന്തൊക്കെ ശ്രേഷ്ഠതകളുണ്ട് അതെല്ലാം അള്ളാഹു എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പറയാം. മസ്ജിദിൽ ഒരുമിച്ച് കൂടുന്നതിന് പ്രത്യേകിച്ച് കൂലിയുണ്ട്. അതിന്റെ എന്തൊക്കെ അതിന് കൂലിയുണ്ട് അതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നമ്മൾ മസ്ജിദിൽ ദീർഘനേരം ഇരിക്കുകയാണ്, അതുകൊണ്ട് ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു നിസ്കാരം കഴിഞ്ഞ് മഗ്രിബ് കഴിഞ്ഞ് നമ്മൾ ഇശാ വരെ വീണ്ടും ഈ സദസ്സിലിരിക്കുകയാണ്. അപ്പോൾ ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിക്കുക എന്നുള്ളത് മറ്റൊരു ഇബാദത്താണ്, അത് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, പുതിയ പരിചയമില്ലാത്ത ഒരുപാട്, അവരെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്ന നിയ്യത്തിൽ നമുക്ക് ഇരിക്കാം. ആളുകളെ നല്ല സംസാരം, നല്ല ഇടപെടൽ കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക, ഇദ്ഖാലു സുറൂർ, ആ നിലക്ക് നമ്മൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് സന്തോഷിപ്പിക്കാം. ആ കാര്യം ഇതിൽ നിയ്യത്താക്കാം. ഇങ്ങനെ എന്തെല്ലാം ഇതുകൊണ്ട് നമുക്ക് നിയ്യത്താക്കാൻ പറ്റുമോ അതെല്ലാം നമ്മളിവിടെ നിയ്യത്തിൽ കൊണ്ടുവരണം. ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്ന് വലിയ പ്രതിഫലം കിട്ടുന്ന കർമ്മങ്ങളാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കണം, സാധിക്കണം. അതിന് നിയ്യത്ത് പ്രധാനമാണ്. എന്ത് നന്മ ചെയ്യുമ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് കൂലി പ്രതീക്ഷിച്ച് ചെയ്യുക. അപ്പൊ ഇവിടെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇവിടെ പരിമിതമായ സൗകര്യമാണ്, അതിലൊരു പ്രയാസം നമുക്ക് ഉണ്ടാകുമ്പോൾ അതിന് നമുക്ക് കൂലിയുണ്ട്. നമുക്ക് പ്രയാസമുണ്ടാകിയത് എന്തെങ്കിലും ഒരു കാര്യം, അപ്പൊ നമുക്ക് കുറച്ചു നേരം 3-4 ബാത്റൂമുള്ളൂ, അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, ചെറിയ പ്രയാസമാണ്. അതുപോലെ തന്നെ നമുക്ക് കിടക്കാൻ കുറച്ച് പ്രയാസം, അങ്ങനെ പല പ്രയാസം. ഭക്ഷണം കിട്ടാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, ഉടങ്ങാൻ കുറച്ച് എന്ത് പ്രയാസം പ്രയാസം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, അതിന് നമ്മൾ കൂലി പ്രതീക്ഷിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല അവന്റെ അവന്റെ പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കും, അവന്റെ ദറജ ഉയർത്തും. പക്ഷെ അവിടെ എന്ത് വേണം? നിയ്യത്ത് വേണം. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ പ്രയാസങ്ങൾ സബ്ർ ചെയ്ത് അതിനൊക്കെ അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കും. എന്ത് സംഭവിക്കണം അവിടെ നിയ്യത്തുമായി നമ്മൾക്ക് അതിനെ കണക്ട് ചെയ്യാൻ സാധിക്കണം. അള്ളാഹുവിന്റെ വജൂദ്ദേശുകൊണ്ട് ഇരിക്കാൻ, സബ്ർ ചെയ്തിരിക്കാൻ നമ്മൾക്ക് പറ്റണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 3 ദിവസം ഞായറാഴ്ച മഗ്രിബിനെ ഞാൻ പോകൂ എന്ന് തീരുമാനിക്കാം.
ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് പോകേണ്ടി വന്നാലും ഞായറാഴ്ച വൈകുന്നേരം വരെ ഇരുന്നതിൻ്റെ കൂലി കിട്ടും. എന്താ നിയ്യത്തിന്റെ പ്രാധാന്യം. നിയ്യത്തിന്റെ പ്രാധാന്യം ഞാൻ ഞായറാഴ്ച മഗ്‌രിബിനെ പോലും നിയ്യത്താക്കി. നാളെ എന്തെങ്കിലും ഒരു അത്യാവശ്യം നമ്മൾ പോകേണ്ടി വന്നാലും ഞായറാഴ്ച വന്നതിന് അവിടെ വരെ ഇരുന്നതിന്റെ കൂലി കിട്ടും. അത് നിയ്യത്ത്. പണ്ഡിതന്മാർ പറഞ്ഞത് അന്നിയ്യതു അബ്ലഗു മിനൽ അമൽ, അമലിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നിയ്യത്ത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.